ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു 2-2.5 മണിക്കൂർ മറ്റെല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല സിനിമയായിരിക്കണം. 2024 മലയാള സിനിമയ്ക്ക് ഒരു സുവർണ വർഷമായിരുന്നു. ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആട്ടം മുതൽ ബാറോസ് വരെ എത്തി നിൽക്കുന്നു ഈ വർഷത്തെ റിലീസുകൾ. ഏകദേശം 206ഓളം സിനിമകൾ. അതിൽ 22 മാത്രമാണ് സാമ്പത്തിക നേട്ടം കൈവരിച്ചത്. അതിൽ ചിലത് ഇൻഡസ്ട്രിയിലെ എക്കാലത്തെയും റെക്കോർഡ് കളക്ഷൻ നേടുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രേക്ഷക പ്രീതി നേടിയ 2024 സിനിമകൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ റിയൽ ലൈഫ് ഇൻസിഡന്റിന്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. വളരെ നല്ല സ്ക്രിപ്റ്റും റിയലിസ്റ്റിക് ആയ മേക്കിങ്ങും അഭിനേതാക്കളുടെ സീംലെസ് പെർഫോമൻസും കൂടെ ചേർന്നപ്പോൾ പിറന്നത് മലയാള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു. ബെന്യാമിന്റെ ആടുജീവിതം സിനിമയായപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് അവിസ്മരണീയമായ ഒരു ദൃശ്യ വിരുന്നായിരുന്നു. പൃഥ്വിരാജ് എന്ന നടന്റെയും ബ്ലസ്സി എന്ന സംവിധായകന്റെയും അതിലെ ഓരോ അണിയറ പ്രവർത്തകരുടെയും വർഷങ്ങളുടെ തയ്യാറെടുപ്പും കഠിനാധ്വാനവും ചേർന്നപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ഹൃദയത്തിൽ തട്ടുന്ന ഒരു ചിത്രമാണ്. ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നജീബ് ഒരു നെടുവീർപ്പാണ്. മമ്മൂട്ടി എന്ന നടന് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ ഇനിയും വേഷങ്ങൾ ബാക്കിയുണ്ടെന്ന് തെളിയിച്ച ചിത്രമായിരുന്നു ഭ്രമയുഗം. ഈ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ചെയ്യാനുള്ള അണിയറ പ്രവർത്തകരുടെ തീരുമാനം പ്രേക്ഷകർക്ക് നൽകിയത് ഒരു വേറിട്ട ദൃശ്യ അനുഭവമായിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം സിമ്പിളായി കഥ പറഞ്ഞു പോയ ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു പ്രേമലു. ബോക്സ് ഓഫീസിൽ ഇത് വമ്പൻ കളക്ഷൻ നേടുകയും ചെയ്തു. പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകനെ ആവേശം കൊള്ളിച്ച സിനിമയാണ് ആവേശം. രംഗണ്ണനും പിള്ളേരും അമ്പാനും ചേർന്ന് പ്രേക്ഷകർക്ക് നൽകിയത് ആഘോഷത്തിന്റെ മാലപ്പടക്കമായിരുന്നു. ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ നേടിയെങ്കിലും പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ഒരു വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇതിലും ഒരു പടി മുകളിൽ തന്നെയാണ്. എന്നാൽ നിവിന് കിട്ടിയ നല്ലൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ഈ ചിത്രം. ഒരു പക്ക ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. നജീബിനെ കണ്ട് കണ്ണു നിറഞ്ഞ പ്രേക്ഷകർക്കിടയിലേക്ക് പൊട്ടിച്ചിരികളുമായാണ് പൃഥ്വിരാജും ബേസിലും എത്തിയത്. മലയാള സിനിമാ ലോകത്ത് ടൊവിനോ എന്ന നടന്റെ സ്ഥാനം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ പോകുന്ന പ്രകടനമായിരുന്നു അജയനിലൂടെയും മണിയനിലൂടെയും ടൊവിനോ ARMൽ കാഴ്ചവെച്ചത്. 3D എഫക്റ്റുകൾക്ക് കാര്യമായ സംഭാവനകൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും പ്രേക്ഷകർക്കിടയിൽ നല്ല സ്വീകാര്യതയാണ് ഈ ചിത്രത്തിനും ലഭിച്ചത്. പ്രമോഷനുകൾ അധികമൊന്നും ഇല്ലാതെ തന്നെ പ്രേക്ഷക പ്രതികരണങ്ങളിലൂടെ ഹിറ്റടിച്ച് 50 കോടി ക്ലബിൽ ഇടം നേടിയ സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. നല്ല സിനിമകളെ എന്നും ഇരുകൈയും നീട്ടി മലയാളികൾ സ്വീകരിക്കും എന്നതിന്റെ തെളിവാണ് കിഷ്കിന്ധാകാന്ഡത്തിന്റെ വിജയം. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം വയലൻസുമായി എത്തി ബോക്സ് ഓഫീസ് കളക്ഷനുകൾ തൂത്തുവാരി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ജയറാമിന്റെ ഒരു തിരിച്ചുവരവായിരുന്നു അബ്രഹാം ഓസ്ലർ. മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ കൂടി ചേർന്നപ്പോൾ സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. സൂപ്പർ സ്റ്റാറുകളോ മാസ് സീനുകളോ ഇല്ലാതെ പ്രേക്ഷകരുടെ കയ്യടി നേടിയ ചിത്രമാണ് വാഴ. ജോജു ജോർജ് എന്ന നടന് ഡയറക്ഷൻ എന്ന പണി കൂടി നല്ല വെടിപ്പായിട്ട് ചെയ്യാൻ അറിയാം എന്ന് കാണിച്ചു തന്ന സിനിമയായിരുന്നു പണി. നായകനേക്കാൾ സിനിമയിലുടനീളം വില്ലന്മാർ സ്കോർ ചെയ്യുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. വൈശാഖിന്റെ ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു ടർബോ. പ്രത്യേകിച്ച് പുതുമകളൊന്നും തന്നെ ഇല്ലായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല പ്രേക്ഷക സ്വീകാര്യത ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ലഭിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ഒരു അമൽ നീരദ് പടമായിരുന്നു ബൊഗെയ്ൻവില്ല. സമ്മിശ്ര പ്രതികരണം നേടി തരക്കേടില്ലാത്ത കളക്ഷൻ നേടുവാനും ഈ ചിത്രത്തിന് സാധിച്ചു. പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ലാത്ത രീതിയിൽ കഥ പറഞ്ഞു പോയ ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു ഹലോ മമ്മി. തിയേറ്ററിൽ ചിരിയുടെ പൂരം സൃഷ്ടിച്ച ഒരു ഫസ്റ്റ് ഹാഫും എന്നാൽ അത് നിലനിർത്താൻ കഴിയാതെ പോയ ഒരു സെക്കൻഡ് ഹാഫുമായിരുന്നു സിനിമയ്ക്ക്. നസ്രിയ ബേസിൽ കോംബോയിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഒരു കോമഡി പടം ആയിരുന്നെങ്കിലും ലഭിച്ചത് ഓരോ സീനിലും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സീരിയസ് പടമായിരുന്നു. റൈഫിൾ ക്ലബ്
മലയാളികൾക്ക് അധികം സുപരിചിതമല്ലാത്ത രീതിയിൽ കഥ പറഞ്ഞ് പോകുന്ന സിനിമ. ക്രിസ്മസ് റിലീസായി ഇറങ്ങി ബോക്സ് ഓഫീസിൽ കളക്ഷനുകൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞവ കൂടാതെ 2024 ഇൻവെസ്റ്റിഗേഷൻ സിനിമകളായി വന്ന് തിയേറ്ററുകളിലും OTT-യിലും മികച്ച പ്രതികരണം നേടിയ സിനിമകളാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും, തലവൻ, ഗോളം, CID, രാമചന്ദ്രൻ റിട്ടയർഡ് SI. വേറിട്ട പശ്ചാത്തലങ്ങളിലൂടെയാണ് ഓരോ സിനിമയും കഥ പറഞ്ഞു പോകുന്നത്. ഈ വർഷം തിയേറ്ററിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിലും OTT റിലീസുകളിലൂടെ പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം നേടിയ ചിത്രങ്ങളുടെ നിരയും അത്ര ചെറുതല്ല. കൊണ്ടൽ, ജയ് ഗണേഷ്, തുണ്ട്, മന്ദാകിനി, ഉള്ളൊഴുക്ക്, നടന്ന സംഭവം, ഗഗനചാരി, വിശേഷം, ലെവൽ ക്രോസ്, അഡിയോസ് അമീഗോസ്, ഭരതനാട്യം, ലിറ്റിൽ ഹാർട്സ് ഇവയെല്ലാം ഇതിൽപ്പെടും. ഇതിൽ ഉള്ളൊഴുക്ക് എടുത്തു പറയേണ്ട ചിത്രം തന്നെയാണ്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഭരതനാട്യവും. ഇനിയും നമ്മെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള സിനിമകൾ വരട്ടെ. കാത്തിരിക്കാം നമുക്ക് വരും വർഷങ്ങൾക്കായി. ടിൽ ദെൻ, സൈനിങ് ഓഫ്. താങ്ക് യു.